ഇതിനു മുമ്പ് ഫാലിമി, വാഴ അതിലൊക്കെ ചെയ്തതുപോലെ വളരെ സംതൃപ്തിയോടെ ചെയ്ത കഥാപാത്രമാണ്. അതിൽ പ്രത്യേകിച്ച് വിപിൻ ദാസ് അദ്ദേഹത്തിൻ്റെ ആ ഒരു ടാലൻ്റ് എടുത്തു പറയണം. പിന്നെ ഇതിൻ്റെ സംവിധായകൻ എസ് വിപിൻ ആദ്യമായിട്ട് സംവിധാനം ചെയ്യുന്നത്. പക്ഷേ ആദ്യമായിട്ടുള്ളൊരു സംവിധായകൻ ചെയ്യുന്നതിൽ നിന്നും എത്രയോ എക്സ്പെർട്ടായ ഒരാൾ ചെയ്യുന്ന രീതിയിൽ നമ്മളെയൊക്കെ ഒട്ടും ദേഷ്യം വരാത്ത ഒരാളാണ് അദ്ദേഹം. അതായത് സാധാരണ തെറ്റ് വന്നാലും ഒക്കെ ക്ഷമയോടെ ഞങ്ങളോട് ഓരോ ക്യാരക്ടറും ചോദിച്ച് അത് എങ്ങനെ ചെയ്യും, അങ്ങനെ മാറ്റി ചെയ്യുമെന്ന് പറഞ്ഞ് വളരെ കംഫർട്ടാക്കി കൊണ്ടുപോവുകയാണ് ഈ വിപിൻദാസും ബിബിനും. അവർ രണ്ടുപേർക്കും പ്രത്യേക നന്ദി. നല്ല തൃപ്തിയായിട്ടുള്ള അഭിനയിച്ചു. ഒന്നിനും ഒരു ബുദ്ധിമുട്ട് വന്നില്ല. നല്ല പടം, സൂപ്പർ. ഒരു കോമഡി പ്രതീക്ഷിച്ച കോമഡി 100% കോമഡിയാണ്. കാരണം അത് പേരിനുമായിട്ട് മാച്ചില്ലാത്തതാണ്. ദസരസമേതം ബന്ധുമിത്രാദികളെന്ന് പറഞ്ഞാൽ ഒരു മരണ വീട്ടിൽ ഒരു ദിവസം കൊണ്ട് നടക്കുന്ന സംഭവങ്ങൾ വളരെ രസകരമായിട്ട് അവതരിപ്പിച്ചിരിക്കുന്നു. അത് വളരെ ഭംഗിയായിട്ടുണ്ട്. ഞങ്ങൾക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റിയെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. പ്രതീക്ഷ വന്നതല്ല, പക്ഷേ ഒരു നല്ല ചിത്രം. പ്രൊമോഷന് വേണ്ടിയോ അല്ലാതെ സൂചിപ്പിക്കാൻ വേണ്ടി പറയുന്നതല്ല. നല്ല സിനിമ, ഫുൾ എൻ്റർടൈൻമെൻറ്റാണ്. ഒരു മരണവീടാണെങ്കിൽ അവിടെ നടക്കുന്ന തമാശകരമായ കുറേ സംഭവങ്ങൾ നല്ലതാണ്. ആക്ടേഴ്സിന്റെ അഭിനയമൊക്കെ എങ്ങനെയുണ്ട്? എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. കാസ്റ്റിംഗ് ഒക്കെ വളരെ നന്നായിട്ടുണ്ട്. മല്ലിക സുകുമാരൻ എങ്ങനെയുണ്ട്? കുറച്ചേ ഉള്ളെങ്കിൽ പോലും നമ്മളെ ഒരു വിഷമിപ്പിച്ചിട്ട് അവർ മരിക്കുന്ന ഒരു സംഭവമാണ്. കോമഡിയാണ്. കോമഡി നല്ല രീതിയിൽ വർക്കായിട്ടുണ്ട്. പിന്നെ പൊളിറ്റിക്സിനെ പറ്റി എന്തെങ്കിലും പറയണോ? ഇല്ല, അങ്ങനെ ഒന്നുമില്ല. അത് ഒരു കരയോളത്തിൻ്റെ അതിനെക്കുറിച്ചൊന്നും പറയാനൊന്നുമില്ല. പിന്നെ നമ്മളൊരു മരണ വീട്ടിൽ നടക്കുന്ന സംഭവമാണ്. ഒരു മരണ വീട്ടിൽ നടക്കുന്ന ഒരു സംഭവമാണ് ഈ സിനിമ എന്ന് പറയുന്നത്. അത് നിങ്ങളെല്ലാവരും വന്ന് കണ്ടാലേ നമുക്ക് അത് രസിക്കും. കാര്യം അത്രത്തോളം നല്ല ഫസ്റ്റ് ഹാഫൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു ഇൻ്റർവെൽ ആവണത് വരെ നമുക്ക് തീരുന്നത് നമ്മൾ അറിഞ്ഞില്ലായിരുന്നു. പിന്നെ സെക്കൻഡ് ഹാഫ് എല്ലാം കൊള്ളാം. പിന്നെ അസീസ് നല്ലൊരു ക്യാരക്ടർ വേഷം ചെയ്ത് അനശ്വര അച്ഛനായിട്ട് ചെയ്തു. പിന്നെ നോബി ചേട്ടനുണ്ട്, ദീപു നാവായിക്കുളം, അങ്ങനെ ഒത്തിരി കലാകാരന്മാർ, അതായത് നമ്മുടെ കോമഡി സ്റ്റാറിലൊക്കെ ഉള്ള ഒത്തിരി കലാകാരന്മാർ ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. അത്യാവശ്യം നല്ല മൂവിയാണ്. വലിയ സ്റ്റോറിയായിട്ട് അങ്ങനെയൊന്നുമില്ല, പക്ഷേ സ്ക്രിപ്റ്റിങ്ങേ കൊള്ളാം. നമ്മുടെ സാധാരണ നമ്മളൊരു മരണ വീട് നടക്കുന്ന സംഭവങ്ങളാണ് ഇതിലെടുത്ത് വെച്ചേക്കുന്നത്. വാഴ പോലെ ഹിറ്റടിക്കുമോ? വാഴ പോലെ അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് വാഴയങ്കാട്ടി എനിക്ക് ഇഷ്ടപ്പെട്ടു. വാഴയങ്കാട്ടി ഒരു കുറച്ചുകൂടെ കൊള്ളാം. കാര്യം വെച്ച് കഴിഞ്ഞാൽ ഒരു മരണ വീട്ടിലുള്ള സംഭവമാണ്. അത് എങ്ങനെയാണെന്ന് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ സ്ക്രിപ്റ്റിങ് ചെയ്ത കാരണമാണ് സംഭവിക്കുന്നത്. അടിപൊളിയായിരുന്നു, കൊള്ളാം, നല്ല സിനിമ. എനിക്ക് ബോറായിട്ടൊന്നും തോന്നിയില്ല.